പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ അനുകമ്പാദശകം എന്ന കൃതിയിലെ 10ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ, പരമാത്ഭുതദാന ദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ, പരമാത്ഭുതദാന ദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ. മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ വന്ന് പെരുമാറുന്ന കാമധേനുവാണോ, അതോ അത്ഭുതം ജനിപ്പിക്കുമാറ് ചോദിക്കുന്നതെന്തും ദാനം ചെയ്യുന്ന ദേവവൃക്ഷമായ കൽപ്പവൃക്ഷമാണോ ഈ അനുകമ്പാമൂർത്തി? ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. കാമധേനുവും കൽപ്പവൃക്ഷവും കാവ്യബിംബങ്ങളാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന പശുവിനെയാണ് കാമധേനുവായി സങ്കല്പിച്ചിരിക്കുന്നത്. ജമദഗ്നി, വസിഷ്ഠൻ മുതലായ മഹർഷിമാർ അവരുടെ തപോബലത്തിലൂടെ നേടിയെടുത്ത ദിവ്യ പശുക്കളായിരുന്നു കാമധേനുക്കൾ എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വനാന്തരങ്ങളിൽ ആശ്രമങ്ങൾ കെട്ടി തപോവൃത്തികളിൽ മുഴുകി ജീവിതം നയിച്ചിരുന്ന ജ്ഞാനതാപസന്മാർക്ക് നിത്യവൃത്തി കഴിച്ചുകൂട്ടാൻ വേണ്ട വകകളെല്ലാം കാമധേനുക്കളുടെ രൂപത്തിൽ ഭാവം പകർന്നാടിയ പരമ്പൊരുൾ നൽകി അനുഗ്രഹിച്ചിരുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. പശുപാലനം പ്രധാന ഉപജീവന മാർഗമായിരുന്ന കാലത്തിൻ്റെ ഒരു ചിത്രമാണ് കാമധേനു സങ്കല്പത്തിൽ ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സത്യസാക്ഷാത്കാര സാധന ബ്രഹ്മനിയോഗത്താൽ അനുഷ്ഠിക്കപ്പെടുന്നതാണെന്നും സാധകന്മാരുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള വിഭവങ്ങൾ ബ്രഹ്മനിശ്ചയം പോലെ മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുമുള്ള സന്ദേശമാണ് കാമധേനു എന്ന കാവ്യബിംബം പ്രതീകവൽക്കരിക്കുന്നത്. കാമധേനു ബ്രഹ്മകാരുണ്യ പ്രതീകമാകുന്നു എന്നു സാരം. ഈ പുരാണകഥകളെല്ലാം അന്യാപദേശമറയ്ക്കുള്ളിൽ പൊതിഞ്ഞവതരിപ്പിച്ചിട്ടുള്ള ദൃഷ്ടാന്ത കഥകളാണെന്ന് നമ്മൾ പല ആവൃത്തി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പുരാണകഥകളിലെ കഥാപാത്ര സങ്കല്പങ്ങളും അതുപോലെ സംഭവ വിവരണങ്ങളുമൊക്കെ ചരിത്രത്തോട് അടുത്തു നിൽക്കുന്നവയാണെങ്കിൽ പോലും അതൊന്നും യഥാർത്ഥ ചരിത്രങ്ങളല്ല. കാമധേനു എന്ന് പറയുമ്പോൾ ഒരു പശു മനുഷ്യന് അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു പശു എന്ന സങ്കല്പം. ആ പശു എന്ന സങ്കല്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് അത് പരിഹാസ്യമായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഒരു അസംബന്ധ ബിംബകൽപ്പന എന്ന് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഈ ഉപനിഷത്തുക്കളുടെയും പുരാണങ്ങളുടെയും ഒക്കെ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെപ്പറ്റിയും അതുപോലെ അന്നുണ്ടായിരുന്ന ഈ ഋഷിമാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയും അവരുടെ തപശ്ചര്യകളെപ്പറ്റിയുമൊക്കെ ഒരു ധാരണ മനസ്സിൽ ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കാവ്യബിംബമാണ്, അതൊരു ബിംബകൽപ്പനയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യാപദേശാലങ്കാരത്തിൽ പൊതിഞ്ഞവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കാലത്ത് ആശ്രമങ്ങളുടെയൊക്കെ കീർത്തിയും അതുപോലെ ആശ്രമങ്ങളുടെ ഒരു മഹത്വവുമൊക്കെ അളക്കുന്ന മാനദണ്ഡങ്ങളിലൊന്നായിരുന്നു ആ ആശ്രമത്തിലുള്ള ആശ്രമ പശുക്കളുടെ എണ്ണം.
സത്യകാമ മഹർഷിയുടെ ചരിത്രത്തിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഛാന്തോഗ്യോപനിഷത്തിലെ പല കഥകളിലും ഈ പശുവിൻ്റെ സമ്പത്ത് സന്യാസിമാരുടെയും ഗുരുകുലങ്ങളിലെ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരുടെയും ഒക്കെ ആ ആശ്രമ നിലവാരം എത്രമാത്രം ഉയർത്തുവാൻ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാമധേനു എന്ന സങ്കല്പത്തെ, ആ കാമധേനു യഥാർത്ഥത്തിൽ ആശ്രമ ചെലവുകളും അതിലെ ആശ്രമത്തിലെ നിത്യവൃത്തികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള ഒരു വരുമാനം, അതിൻ്റെ ആ വരുമാനത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് കാമധേനുവിനെ മനസ്സിലാക്കേണ്ടത്. പ്രശസ്തന്മാരായിരുന്ന മഹർഷിമാരായിരുന്നു അക്കാലങ്ങളിൽ ഗുരുകുലം നടത്തിക്കൊണ്ടിരുന്നത്. ആ ഗുരുകുലത്തിലെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ അങ്ങനെയുള്ള സത്യസാക്ഷാത്കാര സാധനയിലൂടെ ജ്ഞാനദർശികളായി തീർന്ന മഹാപുരുഷന്മാരായിരുന്നു. അപ്പോൾ അവരുടെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് എത്തുന്ന ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരൊക്കെ രാജകുടുംബത്തിൽപ്പെട്ടവരും പ്രഭുകുടുംബത്തിൽപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അവരൊക്കെയും ആശ്രമസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സേവനങ്ങളും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ഈ കന്നുകാലികൾ, ഇപ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ കന്നുകാലികളെ നേർച്ച സമർപ്പിക്കുന്നത് പോലെ തന്നെ അക്കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ നല്ല ഉത്തമ പശുക്കളെ ദാനം ചെയ്യുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പോൾ ആ പശുക്കളാണ് ആശ്രമത്തിൻ്റെ സർവ്വകാര്യങ്ങളുടെയും ചെലവ് നിർവഹിക്കാനുള്ള വരുമാനമായി അന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാമധേനു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പശുവിൻ്റെ രൂപത്തിൽ അവിടെ വരുമാനം, ധനമെന്നുള്ള രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന കാമധേനുവാണോ കാരുണ്യമാണ്ടവൻ, ഈ അനുകമ്പയാണ്ടവൻ എന്നാണ് ഗുരു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ നമ്മൾ വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് കൽപ്പവൃക്ഷമാണോ എന്നാണ്. കൽപ്പവൃക്ഷം, അതായത് പരമാത്ഭുത ദാനദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരമാത്ഭുത ദാനദേവത എന്ന് പറഞ്ഞാൽ ആരെയും അത്ഭുതപ്പെടുത്തുമാറ് എന്തു ചോദിച്ചാലും ദാനം നൽകുന്ന ഒരു വൃക്ഷം ദേവലോകത്തുണ്ട് എന്നും ആ വൃക്ഷത്തിൻ്റെ പേരാണ് കൽപ്പവൃക്ഷം എന്നും പുരാണ ഇതിഹാസങ്ങളിലും അതുപോലെ ഈ ഉപനിഷത്തുക്കളിലുമൊക്കെ അതിൻ്റെ ആ കൽപ്പവൃക്ഷത്തിൻ്റെ കൽപ്പനകളുണ്ട്. ബിംബകൽപ്പനയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൽപ്പവൃക്ഷം, യഥാർത്ഥത്തിൽ ആ കൽപ്പവൃക്ഷവും സമ്പത്തിൻ്റെ സ്രോതസ്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ഓരോരോ ധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അവൻ്റെ പ്രകൃതത്തിനനുസരിച്ചാണ്. എല്ലാ കർമ്മവാസനയും ജന്മസഹജമാണ്, അല്ലെങ്കിൽ സ്വപ്രകൃതത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളിലാണ് മനുഷ്യൻ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്വകർമ്മം, സ്വധർമ്മം എന്നൊക്കെ ഉള്ള വാക്കുകൾ ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പല ആവർത്തിച്ച് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകൃതത്തിന് യോജിച്ച കർമ്മമെന്നാണ്. സത്യസാക്ഷാത്കാര സാധനയിൽ ഏർപ്പെടുന്ന മഹാതാപസന്മാരെല്ലാം ജന്മസിദ്ധമായ അവരുടെ വാസന അനുസരിച്ചാണ് ആ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള വക അന്വേഷിക്കാൻ, പ്രത്യേകം തൊഴിൽ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ കൈവന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അവരുടെ സ്വധർമ്മം മുടങ്ങാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ മുടങ്ങാതിരിക്കണമെങ്കിൽ അവരുടെ നിത്യവൃത്തിക്കുള്ള വക എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് സ്വയമേവ അതിനുള്ള സംവിധാനം അല്ലെ ക്രമീകരണം പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ ജീവിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു സങ്കല്പം. അപ്പോൾ അതിനെയാണ് ആലങ്കാരികമായി മഹാതാപസന്മാരുടെ എല്ലാം ആശ്രമങ്ങളിൽ കാമധേനുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പുരാണ കഥകളിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. കൽപ്പവൃക്ഷവും അതുപോലെ തന്നെയാണ്. ദേവലോകമെന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ അധിവസിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ആ വൃക്ഷത്തെയും ജ്ഞാനവൃക്ഷം എന്ന തരത്തിൽ തന്നെ മനസ്സിലാക്കി. ജ്ഞാനവൃക്ഷം എന്ന് പറയുമ്പോൾ
അങ്ങനെയൊരു മരമില്ല. എന്ത് ചോദിച്ചാലും കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു മരമല്ല അത്. യഥാർത്ഥത്തിൽ അത് അപ്പോൾ ജ്ഞാനസാക്ഷാത്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ജ്ഞാനത്തിൽ, ആ ജ്ഞാനസാധനയിലൂടെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള വിഭവങ്ങളും കൈവന്ന് ചേർന്നുകൊണ്ടിരിക്കും. അതിന് പ്രത്യേകമായ ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്വീകരിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു കണക്കിന് ആലോചിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ ലീലകളാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ കഴിഞ്ഞുകൂടുവാനും അതിജീവിക്കുവാനുമുള്ള സംവിധാനങ്ങൾ സ്വയം ക്രമീകൃതമായി തന്നെ ഉണ്ട്. അപ്പം ജ്ഞാനത്താൽ സർവ്വതും ഉപലബ്ധമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.